Good morning, my dears. Today our topic, what are the classes of life insurance policies? What are the classes of life insurance policies? Then previous classes, what is meant by life insurance and what are the principles of life insurance and importance of life insurance. This topic we will discuss. Then what is meant by life insurance? Life insurance is a contract between insurer and insured for the consideration of a premium undertaking to pay a certain sum of money either on the death of the insured or an expiry of a fixed period. Life insurance business includes annuity business also, and that makes guaranteed payment at some future date, usually after retirement. അതായത് നമുക്കറിയാലോ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സാധാരണ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഷുറൻസുകളിലൊന്നാണ്. ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡ് തമ്മിലുണ്ടാക്കുന്ന ഒരു കരാറാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ആയിരിക്കാം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം, അതല്ലാതെ തന്നെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകാവുന്ന രീതിയിൽ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ മരണപ്പെടുകയോ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡൻസിന് ഒരു ബെനിഫിറ്റ് നമുക്ക് അതിന് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു പോളിസിയാണ് ഇത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും ക്ലാസസ് ഓഫ് നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്, ക്ലാസസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. ഏതൊക്കെ തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ക്യാൻ ബി ഡിവൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് പോളിസീസ്, മെത്തേഡ് ഓഫ് പ്രീമിയം പേയ്മെൻറ്റ്, participation in profit, number of lives covered, method of payment of claim and non-conventional policies. What are the different classes of life insurance policies? Duration of policies, method of premium payment, participation in profit, number of lives covered, method of payment of claim and non-conventional policies. പലതരത്തിലുള്ള പോളിസീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് പോളിസീസ്, അതായത് ഒരു പോളിസി എടുക്കുന്നതിൻ്റെ കാലാവധി നോക്കിക്കൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് ഡ്യൂറേഷൻ ഓഫ് പോളിസീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് മെത്തേഡ് ഓഫ് പ്രീമിയം പേയ്മെൻറ്റ്, നമ്മൾ കൊടുക്കുന്നത് ലംസമായിട്ടുള്ള എമൗണ്ട് ആയിട്ടാണോ കൊടുക്കുന്നത്, അങ്ങനെയാണോ അതോ നമ്മൾ ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണോ എന്നുള്ള രീതിയിൽ മെത്തേഡ് ഓഫ് പ്രീമിയം അതിനെ ബേസ് ചെയ്തുകൊണ്ടും ലൈഫ് ഇൻഷുറൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ്, ദെൻ നമ്പർ ഓഫ് ലൈഫ്സ് കവേർഡ്, മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, നോൺ കൺവെൻഷണൽ പോളിസീസ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ക്ലാസിഫൈ ചെയ്യാം, ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പോളിസീസ് അക്കോർഡിംഗ് ടു ഡ്യൂറേഷൻ, ദെൻ പോളിസീസ് അക്കോർഡിംഗ് ടു ഡ്യൂറേഷൻ ഓഫ് പോളിസീസ്. ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് പോളിസീസ്. ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ നോക്കിക്കൊണ്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ. According to duration, life insurance policies may be whole life policies, term insurance policies and endowment policies. What are the different types of life insurance on the basis of duration of time? Then first one is whole life policies. Whole life, Jeevanandam, whole life policies, then term insurance policies and endowment policies. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോളിസീസൊക്കെ ഈ പറയുന്ന ഹെഡിൽ വരുന്നതാണ്. ദെൻ അതിനെങ്ങനെയാണ് സമയപരിധി നോക്കിക്കൊണ്ട് എത്ര കാലത്തേക്കാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് വോൾ ലൈഫ് പോളിസി, സെക്കൻഡ് വൺ ഈസ് ടേം ഇൻഷുറൻസ് പോളിസീസ് ആൻഡ് തേർഡ് വൺ ഈസ് എൻഡോമെൻറ്റ് പോളിസി. Then first one is whole life policies. എന്താണ് whole life policy നോക്കാം. In this type of policies, the assured sum is payable on the death of the insured. The amount of policy will not be paid during the lifetime. Then in other words, this is only dependents will get the benefit of the policy. Whole life പോളിസിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആജീവനാന്തം നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ ബെനിഫിറ്റ് ഡിപ്പെൻഡൻസിന് അവൈലബിൾ ആവുകയും ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസിനെയാണ് വോൾ ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വോൾ ലൈഫാണ്. നമ്മൾ ആജീവനാന്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിസി ദ അഷ്വേർഡ് സം ഈസ് പേയബിൾ ഓൺ ദ ഡെത്ത് ഓഫ് ദി ഇൻഷുർഡ്. എപ്പോഴാണ് നമ്മൾ സം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിസി ദ അഷ്വേർഡ് സം ഈസ് പേയബിൾ ഓൺ ദി ഡെത്ത് ഓഫ് ദി ഇൻഷുർഡ്. ഒരു ഇൻഷുർഡ് പേഴ്സൺ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻസിനെ ക്ലെയിം ചെയ്യാമെന്ന് പറയുന്ന രീതിയിൽ എടുക്കുന്ന പോളിസീസിനെയാണ് വോൾ ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് പോളിസി വിൽ നോട്ട് ബി പെയ്ഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം. അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ നമ്മൾ ആ പോളിസി എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓൺലി ഹിസ് ഡിപ്പെൻഡൻസ് വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദി പോളിസി. അപ്പോൾ നമ്മൾ സമയത്തെ ആസ്പദമാക്കി നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വോൾ ലൈഫ് പോളിസീസ്, Then second one is term insurance policies and third one is endowment policies. ഏതൊക്കെയാണ്? Whole life policies,
term insurance policies and endowment policies. Whole life policies ന്റെ പ്രത്യേകത എന്താണ്? Whole life policies, in this type of policy, the assured sum is payable on the death of the insured. ഇൻഷുറർ ഇൻഷുർഡ് മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ആ എമൗണ്ട് കൈമാറ്റം ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോളിസീസിനെയാണ് എന്ത് പറയുക? whole life policies എന്ന് പറയുന്നത്. Then second one is term insurance policies. Then this is a short term policy for a period ranging from 3 months to 7 years. The sum assured is payable only in the event of the death of the insured within the period of policy. Term insurance policies are the cheapest policies but not quite popular. രണ്ടാമത് പറയുന്നത് ടേം ഇൻഷുറൻസ് പോളിസീസാണ്. ഈ ടേം ഇൻഷുറൻസ് പോളിസീസിന് പ്രീമിയം വളരെ കുറവായിരിക്കും. മാത്രമല്ല നമ്മളോട് പറയുന്നുണ്ട് ദിസ് എ ഷോർട്ട് ടേം പോളിസിയാണ് ഫോർ എ പീരീഡ് റേഞ്ചിങ് 3 months to 7 years. 3 മാസം മുതൽ 7 വർഷ കാലയളവിലേക്ക് വേണ്ടി നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യുന്ന ഒരു പോളിസിയാണ് ഇത് ടേം ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ദെൻ അവിടെ ദ സം അഷ്യൂർഡ് ഈസ് പേയബിൾ ഓൺലി ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ ഇൻഷുവേർഡ് വിത്തിൻ ദ പീരീഡ് ഓഫ് പോളിസി. ആ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ 7 വർഷത്തിനുള്ളിലെങ്ങാനും ഇൻഷുവേർഡ് പേഴ്സൺ മരണപ്പെടുന്ന പക്ഷം അതെന്ത് ചെയ്യാവുന്നതാണ്? അതിന് ഡിപ്പെൻഡൻസിന് ക്ലെയിം ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമുക്കത് ചെയ്യുന്നത്. ദ ടേം പോളിസീസ് ആർ ദി ചീപ്പസ്റ്റ് പോളിസീസ് ബട്ട് നോട്ട് ക്വൈറ്റ് പോപ്പുലർ. അത് അത്രമാത്രം പോപ്പുലർ ആയിട്ടുള്ള പോളിസി അല്ല. അപ്പോൾ ദെൻ ടേം പോളിസിയിലെ ടേം ഇൻഷുറൻസ് പോളിസീസിൻ്റെ കാലാവധി എന്ന് പറയുമ്പോൾ 3 months to 7 years, 3 മാസം മുതൽ 7 വർഷം വരെയുള്ള കാലയളവിലേക്കാണത് ചെയ്യാം. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡ്യൂറേഷൻ ഓഫ് പോളിസീസിൻ്റെ ഡ്യൂറേഷൻ നോക്കിയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് വോൾ ലൈഫ് പോളിസി, സെക്കൻഡ് വൺ ഈസ് ടേം ഇൻഷുറൻസ് പോളിസീസ് ആൻഡ് തേർഡ് വൺ ഈസ് എൻഡോമെൻറ്റ് പോളിസി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദെൻ എൻഡോമെൻറ്റ് പോളിസി. Endowment policy is the assured amount is payable in the event of the death or upon attaining a certain age. These policies are much popular than whole life policies. Then endowment policies are different type. അതായത് ഇവിടെ നമുക്ക് എൻഡോമെൻറ്റ് പോളിസികളാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും സാധാരണ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോടുകൂടി കാണാവുന്നതുമായിട്ടുള്ള പോളിസീസാണ് ഇത് എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോമെൻറ്റ് പോളിസീസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അണ്ടർ ദീസ് പോളിസി ദ അഷ്വേർഡ് എമൗണ്ട് ഈസ് പേയബിൾ ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓർ അപ്പോൺ അറ്റൈനിങ് എ സെർട്ടൈൻ ഏജ്. അതായത് ഈ ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പറയുന്ന നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏജ് എത്തിക്കഴിഞ്ഞാലോ 15 വർഷം, അപ്പോൾ നമുക്കൊരു 50 വയസ്സായി കഴിഞ്ഞാലോ 55 വയസ്സായി കഴിഞ്ഞാലോ നമുക്കത് ലഭ്യമാവും എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന ദീർഘകാലയളവിലേക്ക് എടുക്കുന്ന പോളിസീസിനെയാണ് എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. ഈ എൻഡോമെൻറ്റ് പോളിസി ഇത്രമാത്രം പോപ്പുലർ ആവാനുള്ള കാരണം അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടിയുണ്ട്. കാരണം ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരണപ്പെടാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യും, ആ എമൗണ്ട് ആ കാലാവധി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാവുമെന്നും അതേസമയം തന്നെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും രീതിയിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ മരണപ്പെടുകയാണെങ്കിൽ അത് ഡിപ്പെൻഡൻസിന് യൂസ്ഫുൾ ആവും. ഈ 2 കാരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് എൻഡോമെൻറ്റ് പോളിസി ഇത്രമാത്രം പോപ്പുലർ ആവാനുള്ള കാരണം. അപ്പോൾ എൻഡോമെൻറ്റ് പോളിസിയിൽ എന്താ പറയുന്നത്, അണ്ടർ ദീസ് പോളിസി ദ അഷ്വേർഡ് എമൗണ്ട് ഈസ് പേയബിൾ ഇൻ ദ ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓർ അപ്പോൺ അറ്റൈനിങ് എ സെർട്ടൈൻ ഏജ്. ദീസ് പോളിസീസ് ആർ മച്ച് പോപ്പുലർ ദാൻ വോൾ ലൈഫ് പോളിസീസ്. ഏറ്റവും കൂടുതലായിട്ടും വോൾ ലൈഫ് പോളിസിയേക്കാളും പോപ്പുലർ ആയിട്ടുള്ള വൺ ഓഫ് ദി പോളിസിയാണ് ഇത് എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, what are the different types of endowment policies? What are the different types of endowment policies? Pure endowment policy, ordinary endowment policy, joint life endowment policy, double endowment policy, money back policy, fixed term marriage endowment policy, triple benefit policy. These are the different types of endowment policies. ഇതൊക്കെയാണ് എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഏതൊക്കെയായിരിക്കും ഏത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡോമെൻറ്റ് പോളിസീസ് എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്യുവർ എൻഡോമെൻറ്റ് പോളിസി. പ്യുവർ എൻഡോമെൻറ്റ് പോളിസി. Under this policy, the sum assured is payable to the assured if the policyholder survives the endowment period. If he dies early, under this policy, sum assured is payable to the assured. Endowment policyയിൽ പറഞ്ഞിരിക്കുന്ന കാലാവധി എത്തിക്കഴിഞ്ഞാൽ മുഴുവൻ തുകയും അയാൾക്ക് കൈമാറുകയും if he dies earlier, then his nominee should receive the premium already paid minus the premium paid in the first year. അതായത് ഇവിടെ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, എത്ര വർഷത്തേക്കാണോ നമ്മൾ പോളിസി എടുത്തിരിക്കുന്നത് ആ പോളിസിയുടെ കാലാവധി എത്തിക്കഴിഞ്ഞാൽ ആ
ഇൻഷുർ ചെയ്തിരിക്കുന്ന ഇൻഷുർഡ് പേഴ്സണ് തന്നെ നമ്മൾ ആ തുക കൈമാറ്റം ചെയ്യപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്യുവർ എൻഡോമെൻറ്റ് പോളിസി. അതിനെ നമ്മൾ എന്ത് പറയുക, പ്യുവർ എൻഡോമെൻറ്റ് പോളിസി എന്നുള്ള പേരിൽ അറിയപ്പെടാം. അപ്പോൾ ആ കാലാവധി എത്തിക്കഴിഞ്ഞാൽ അത് ആർക്ക് കൊടുക്കാം, ഇൻഷുർഡ് പേഴ്സൺ അത് കൊടുക്കുകയും, അല്ലാത്ത പക്ഷം ആ കാലാവധിക്ക് മുൻപായിട്ട് അദ്ദേഹം മരണപ്പെടുന്ന പക്ഷം, അതിൻ്റെ ഇടയിൽ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനീസിന് അത്രയും എമൗണ്ട് കൈമാറ്റം ചെയ്യാം എന്ന് പറയുന്നതാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്യുവർ എൻഡോമെൻറ്റ് പോളിസി എന്ന് മനസ്സിലായി. ആ പേരിൽ തന്നെയുണ്ട് പ്യുവർ എൻഡോമെൻറ്റ് പോളിസി. ഇതാണ് എൻ്റെ മെയിൻ ഒബ്ജക്റ്റ്. അതായത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതേസമയം റിസ്ക് ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 2-3 വർഷം നമ്മൾ അടച്ചു കഴിയണു, ബാക്കി നമുക്ക് അടയ്ക്കാനായിട്ട് കഴിയുന്നില്ല, അതിൻ്റെ ഇടയിൽ മരണപ്പെടുകയാണെങ്കിൽ ഡിപ്പെൻഡൻസിന് ആ ഒരു തുക എത്രയാണെന്ന് വെച്ചാൽ അത് അവിടെ പറയുന്നുണ്ട് എത്രയാണോ, ദെൻ അവിടെ ഓൾറെഡി യു ഷുഡ് റിസീവ് ദ പ്രീമിയം ഓൾറെഡി പെയ്ഡ് മൈനസ് ദ പ്രീമിയം പെയ്ഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ. അവിടെയാണെങ്കിൽ ഇഫ് ഹി ഡൈസ് ഏർലിയർ ദെൻ ഹിസ് നോമിനി ഷുഡ് റിസീവ് ദ പ്രീമിയം ഓൾറെഡി പെയ്ഡ്. എത്രമാത്രം പ്രീമിയം ആണോ അടച്ചിരിക്കുന്നത് വെച്ചാൽ ആ അടച്ചിരിക്കുന്ന പ്രീമിയത്തിൽ നിന്ന് ഫസ്റ്റ് ഇയർ പ്രീമിയം മൈനസ് ചെയ്തുകൊണ്ടുള്ള തുക ആരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും, നോമിനീസിനെ കൈമാറ്റം ചെയ്യപ്പെടും. ഇതാണ് ഫസ്റ്റ് വൺ. Second one is ordinary endowment policy. The amount under this policy becomes payable on the death of the insured or on the maturity of the policy, whichever is earlier. This is the policy which actually represents a true sense of life insurance. This policy provides an ideal combination of protection and investment. This is very much popular type of life insurance policy. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ പറയുന്ന 2 ഫാക്ടേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് പ്രൊട്ടക്ഷനും അതേസമയം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇത് ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി. ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസിയിൽ ഒരു നിശ്ചയ കാലയളവിലേക്ക് പോളിസി എടുക്കുകയും അതിനിടയിൽ മരണപ്പെടുകയോ ചെയ്യുകയാണ്. ഏതാണോ ആദ്യം സംഭവിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് അഷ്വേർഡ് സം കൈമാറ്റം ചെയ്യപ്പെടണം. ഇതാണ് എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഒന്നുകിൽ മരണപ്പെടുകയാണെങ്കിലാണ് വെച്ചാൽ നമ്മൾ അടച്ചു തീർക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെടുകയാണെങ്കിൽ അവിടെ അഷ്വേർഡ് സമ്മാണ്. ദ എമൗണ്ട് അണ്ടർ ദിസ് പോളിസി ബിക്കംസ് പേയബിൾ ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് ഓർ ഓൺ ദി മെച്യൂരിറ്റി ഓഫ് ദ പോളിസി വിച്ച് എവർ ഈസ് ഏർലിയർ. ദിസ് ഈസ് ദ പോളിസി വിച്ച് ആക്ച്വലി റെപ്രസെൻറ്റ്സ് ദ ട്രൂ സെൻസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. This policy provides an ideal combination of protection and investment. This is very popular type of life insurance policy. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി. ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസിയിൽ ഇൻ ദിസ് പ്ലാൻ അണ്ടർ എ സിംഗിൾ പോളിസി 2 lives are covered. The assured sum is payable on the death of one of the 2 assured or on the expiry of the terms. This policy is suitable for husband and wife and also partners in a firm. The premium is comparatively less in this type of policy as compared to the policy on two single life policies. Premium is comparatively less. ഇവിടെ ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസിയാണ്. ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി സാധാരണ നമ്മൾ പറയുന്ന ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി പോലെ തന്നെയാണ് ഇത് ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി. അപ്പോൾ ഈ ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 പേർക്കോ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ്റ് ആയിട്ട് പോളിസി എടുക്കുക എന്നുള്ളതാണ്. സാധാരണ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഇത് കൊടുക്കാറുള്ളത്. ജോയിൻറ്റ് ലൈഫ് പോളിസീസ്, ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസീസ് കൊടുക്കാറുള്ളത്. അതേസമയം തന്നെ പാർട്ട്നേഴ്സുള്ള റിലേഷനിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ലൈഫ് പോളിസീസ് എടുക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി, അതിനെയാണ് ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുന്നത്. ഇതിൽ 2 കണ്ടീഷനാണുള്ളത്. ജോയിൻ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുക്കുകയും അതിൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെടുകയോ അതുമല്ലെങ്കിൽ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പക്ഷം വിച്ച് എവർ ഈസ് ഏർലിയർ ദെൻ ക്ലെയിം ഈസ് പ്രൊവൈഡഡ് ടു അതർ ഇൻഷുർഡ് പേഴ്സൺ. കേട്ടോ, ഇതിൻ്റെ ബാക്കിയുള്ള എമൗണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു പ്രോസസ്സിനെയാണ് ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. പ്യുവർ എൻഡോമെൻറ്റ് പോളിസി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ മുഴുവനായിട്ട് നമ്മളത് എടുക്കുകയും അതേസമയം അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോളിസി എടുക്കുകയും ആ പോളിസി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ദെൻ മുൻപ് മരണപ്പെടുകയാണെങ്കിൽ ഡിപ്പെൻഡൻസിന് അദ്ദേഹം അടച്ചിരിക്കുന്ന പ്രീമിയം അതേസമയം തന്നെ പ്രീമിയത്തോടൊപ്പം തന്നെ ഫസ്റ്റ് പ്രീമിയം മൈനസ് ചെയ്തിട്ടുള്ള പ്രീമിയം എമൗണ്ട് നോമിനീസിന് ഹാൻഡ് ഓവർ ചെയ്യും. അതല്ല
കറക്റ്റ് പീരീഡ് എത്തിക്കഴിഞ്ഞാൽ മുഴുവൻ തുകയും ഇൻഷുർഡ് പേഴ്സൺസ് കൈമാറ്റം ചെയ്യപ്പെടും. ഇത് പ്യുവർ എൻഡോമെൻറ്റ് പോളിസിയാണ്. എന്നാൽ റിസ്ക് അവിടെ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റോട് കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു പോളിസിയാണ് ഇത് ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി. ജോയിൻറ്റ് ലൈഫിൽ 2-3 പേര് കൂടി ചേർന്നുകൊണ്ട് എടുക്കുന്ന പോളിസീസിനെയാണ് ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ഡബിൾ എൻഡോമെൻറ്റ് പോളിസി. ഡബിൾ എൻഡോമെൻറ്റ് പോളിസിയിൽ അണ്ടർ ദീസ് പോളിസീസ് if the life assured dies during the endowment period, the basic sum assured is payable, and if he survives to at the end of the term, double the sum assured is paid. അവിടെ ഡബിൾ എൻഡോമെൻറ്റ് പോളിസി. അണ്ടർ ദിസ് പോളിസി ഇഫ് ദ ലൈഫ് അഷ്വേർഡ് ഡൈസ് ഡ്യൂറിങ് ദ എൻഡോമെൻറ്റ് പീരിയഡ് ദ ബേസിക് സം അഷ്വേർഡ് ഈസ് പേയബിൾ, ആൻഡ് ഇഫ് ഹി സർവൈവ്സ് ടു ദ എൻഡ് ഓഫ് ദ ടേം ഡബിൾ ദ സം അഷ്വേർഡ് ഈസ് പെയ്ഡ്. 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ആരുടെയാണോ ലൈഫ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് അയാളെയാണല്ലോ നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നത്. ആ ഇൻഷുർ ചെയ്തിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ എത്ര രൂപയാണോ നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്നത്, അഷ്വേർഡ് സം എത്രയാണോ അത്രയും തുക ഡിപ്പെൻഡൻസിനെ ഹാൻഡ് ഓവർ ചെയ്യും. അതർവൈസ് ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലാത്ത പക്ഷം അതെന്താണ്, ഡബിൾ പോളിസി ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന കാലാവധി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മുഴുവൻ തുകയും ആർക്ക് തന്നെ ഹാൻഡ് ഓവർ ചെയ്യാം. അത് ഡബിൾ ചെയ്തുകൊണ്ടുള്ള അഷ്വേർഡ് സമ്മിൻ്റെ ഡബിൾ ചെയ്തുകൊണ്ടുള്ള ഒരു എമൗണ്ട് ആരിലേക്ക് കൈമാറ്റം ചെയ്യും, പോളിസി ഹോൾഡറിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം എന്നുള്ള കണ്ടീഷൻ മേലെടുക്കുന്ന ഡബിൾ എൻഡോമെൻറ്റ് പോളിസി. The next one is money back policy. This is very popular life insurance policy. The main feature of the policy is that certain percentage of the sum assured is paid by the insurance company at a certain intervals. For example, 10% of the sum assured is paid after 5 years, another 10% after 8 years, and so on. On the death of the insured before maturity of the policy, full sum is assured is payable. അതായത് പലതരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. അതിൽ ഒന്നാണിത് മണി ബാക്ക് പോളിസി. മണി ബാക്ക് പോളിസിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലാവധി എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളൊരു 16 വർഷത്തെ പോളിസിയാണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 16 വർഷം എന്ന് പറയുന്ന ആ ഒരു വർഷം ആ ഒരു അഗ്രീഡ് പീരീഡ് എത്തിക്കഴിഞ്ഞാൽ അഷ്വേർഡ് സം മുഴുവനായിട്ടും അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യാവുന്നതാണ്, ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യാം, അതിൻ്റെ 10% നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അയാൾക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അഷ്വേർഡ് സമ്മിൻ്റെ 10% വെച്ചിട്ട് 4 വർഷം, ഇനി നെക്സ്റ്റ് 10%, 8 വർഷം, 12 വർഷം, 16 വർഷം ഇങ്ങനെയായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ മണി ബാക്ക് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പം മുഴുവൻ സമയം 16 വർഷം കാത്തിരിക്കാതെ തന്നെ 4 വർഷം കൂടുമ്പോൾ തന്നെ 10% നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള പോളിസികളെയാണ് നമ്മൾ എന്താ പറയുക, മണി ബാക്ക് പോളിസീസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ അത്തരത്തിലുള്ള സ്കീമുകൾ നമുക്ക് ആലോചിക്കാം, മണി ബാക്ക് പോളിസീസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിക്സഡ് ടേം മാരേജ് എൻഡോമെൻറ്റ് പോളിസി. അടുത്ത് പറയുന്നത് ഫിക്സഡ് സം മാരേജ് എൻഡോമെൻറ്റ് പോളിസി. അണ്ടർ ദിസ് പോളിസി ദ സം അഷ്വേർഡ് ഈസ് പേയബിൾ ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ്, ബട്ട് ദ പ്രീമിയം സീസസ് ഇഫ് ഡെത്ത് ഓഫ് ദ പോളിസി ഹോൾഡർ ഒക്കേഴ്സ് ഏർലിയർ. ദിസ് പോളിസി ഈസ് ടേക്കൺ ടു പ്രൊവൈഡ് ഫണ്ട് ഫോർ ദി മാരേജ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ വിവാഹ ആവശ്യത്തിനായിട്ട് നമ്മൾ ചേരുന്ന പോളിസികളെയാണ് മാരേജ് എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻഡോമെൻറ്റ് പോളിസീസ്? പ്യുവർ എൻഡോമെൻറ്റ് പോളിസി, ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി, ജോയിൻറ്റ് എൻഡോമെൻറ്റ് പോളിസി, ഡബിൾ എൻഡോമെൻറ്റ് പോളിസി, മണി ബാക്ക് പോളിസി, ഫിക്സഡ് ടേം മാരേജ് എൻഡോമെൻറ്റ് പോളിസി, ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഈസ് ട്രിപ്പിൾ ബെനിഫിറ്റ് പോളിസി. ട്രിപ്പിൾ ബെനിഫിറ്റിൽ ദിസ് ഇസ് കോമ്പിനേഷൻ ഓഫ് വൺ ലൈഫ് ലിമിറ്റഡ് പേയ്മെൻറ്റ് ആൻഡ് പ്യുവർ എൻഡോമെൻറ്റ് വിത്ത് എ ഗ്യാരണ്ടീഡ് ആനുവൽ ബോണസ് പേയബിൾ ഓൺ ദ ഡെത്ത് ഡ്യൂറിങ് ദ എൻഡോമെൻറ്റ് ടേം. ഇത് ട്രിപ്പിൾ ബെനിഫിറ്റ് പോളിസി സാധാരണ രീതിയിൽ 15, 20, 25 വർഷം കാലയളവിലേക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന പോളിസികളെയാണ് ട്രിപ്പിൾ ബെനിഫിറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ ദിസ് പോളിസി ഗ്യാരണ്ടീസ് 3 ബെനിഫിറ്റ്. 15 or 20% of the sum assured shall be payable on the death of the assured and until the end of the endowment period each year regularly to the family as a provision. ഇതായത് പോളിസി ഹോൾഡർ മരണപ്പെട്ടു കഴിഞ്ഞാൽ മുഴുവൻ തുകയുടെയും 15-20% അയാൾക്ക് നൽകുകയും വേണ്ടപ്പെട്ടവർക്ക് നൽകുകയും അതിനുശേഷം ഇയർലി ബാക്കിയുള്ള എമൗണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു.
Then next one is sum assured shall be payable in addition to the above provision at the time of maturity of the policy. പിന്നെ sum assured shall be payable in addition to the above provision at the time of the maturity of the policy. അതല്ലെങ്കിൽ മുഴുവൻ തുകയും കൈമാറ്റം ചെയ്യപ്പെടാം. If the insurer survives, the sum assured shall be payable besides an equal amount also become payable after death. മാത്രമല്ല അദ്ദേഹം മരണപ്പെടാതെ സർവൈവ് ചെയ്തു വന്നു കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ തുകയും അയാൾക്ക് തന്നെ കൈമാറ്റം ചെയ്യപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോളിസി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ട്രിപ്പിൾ ബെനിഫിറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ എൻഡോമെൻറ്റ് പോളിസി എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്യുവർ എൻഡോമെൻറ്റ് പോളിസി, ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി, ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി, ഡബിൾ എൻഡോമെൻറ്റ് പോളിസി, മണി ബാക്ക് എൻഡോമെൻറ്റ് പോളിസി, then fixed term marriage endowment policy and triple benefit policy. അപ്പോൾ നമ്മൾ കുറച്ച് പോളിസീസിനൊക്കെ പരിചയപ്പെട്ടു അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ്? പോളിസീസ് അക്കോർഡിംഗ് ടു ഡ്യൂറേഷൻ ഓഫ് ടൈം, അതായത് സമയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ചില ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ നമ്മൾ തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിസീസ് അക്കോർഡിംഗ് ടു ഡ്യൂറേഷൻ ഓഫ് വോൾ ലൈഫ് പോളിസീസ്, ടേം ഇൻഷുറൻസ് പോളിസീസ് ആൻഡ് എൻഡോമെൻറ്റ് പോളിസീസ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്ന പോളിസീസ് എൻഡോമെൻറ്റ് പോളിസീസാണ്. എൻഡോമെൻറ്റ് പോളിസീസിൽ തന്നെ ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസിയാണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ലെവൽ, അതായത് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതേസമയം തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയുള്ളൊരു പോളിസിയാണ് ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി. ദെൻ അതിൽ തന്നെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പോളിസീസ് അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് പ്രീമിയം പേയ്മെൻറ്റ്. Policies according to method of premium payment. Policies according to method of payment of premium are, first one is single premium policy, second one is level premium policy. Then first one is single premium policy. In this type, the whole premium is paid by the insured at the beginning of the policy. This policy is not so popular but is taken for the purpose of investment. ഒരൊറ്റ തവണ ഇൻ ദിസ് ടൈപ്പ് ദ വോൾ പ്രീമിയം ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പോളിസി. ഒരു പോളിസി ആരംഭിക്കുന്ന സമയത്ത് തന്നെ മുഴുവനായിട്ടുള്ള പ്രീമിയം അടയ്ക്കുന്നതിനെയാണ് സിംഗിൾ പ്രീമിയം പോളിസി എന്ന് പറയുന്നത്. ദിസ് പോളിസി ഈസ് നോട്ട് പോപ്പുലർ ബട്ട് ഈസ് ടേക്കൺ ഫോർ ദി പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് അത്രമാത്രം പോപ്പുലർ അല്ല, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ദിസ് പോളിസി ഈസ് നോട്ട് മച്ച് പോപ്പുലർ, ഈസ് ടേക്കൺ ഫോർ ദി പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് ലെവൽ പ്രീമിയം പോളിസി ഓർ ഓർഡിനറി വോൾ ലൈഫ് പോളിസി. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അണ്ടർ ദിസ് ദ പ്രീമിയം ഈസ് പേയബിൾ റെഗുലർ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ അഷ്വേർഡ്. ഹിയർ റെഗുലർ ആൻഡ് ഈക്വൽ പ്രീമിയം ആർ പെയ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. The premium may be paid monthly, quarterly, half yearly or yearly. കണ്ടോ? അവിടെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ മെത്തേഡ് ഓഫ് പ്രീമിയം പേയ്മെൻറ്റ് രണ്ട് തരത്തിലാവാം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, മുഴുവനായിട്ടും അപ്പം തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് പോളിസിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സിംഗിൾ പ്രീമിയം പോളിസി. അതിനെയാണ് നമ്മൾ എന്താ പറയുക, സിംഗിൾ പ്രീമിയം പോളിസി എന്ന് പറയാം. രണ്ടാമത് പറയുന്നത് ലെവൽ പ്രീമിയം പോളിസി ഓർ ഓർഡിനറി വോൾ ലൈഫ് പോളിസി. ദെൻ ദ പ്രീമിയം മേ ബി പെയ്ഡ് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ഇയർലി. ഇങ്ങനെ പല തവണകളായിട്ട് നമ്മൾ അടയ്ക്കുന്നതിനെയാണ് എന്താ പറയുക, ലെവൽ പ്രീമിയം പോളിസി എന്ന് പറയാം. ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കൊടുക്കാം. സിംഗിൾ പ്രീമിയം പോളിസി. അപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് മെത്തേഡ് ഓഫ് പ്രീമിയം. പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ രീതി നോക്കിക്കൊണ്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ തേർഡ് വൺ ഈസ് പോളിസീസ് അക്കോർഡിംഗ് ടു പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ്സ്. നമ്മൾ പോളിസി എടുക്കുന്നതോടൊപ്പം തന്നെ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. പോളിസീസ് അക്കോർഡിംഗ് ടു പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ് മേ ബി വിത്ത് പ്രോഫിറ്റ് പോളിസീസ്, വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസീസ്. ദെൻ വിത്ത് പ്രോഫിറ്റ് പോളിസീസിൽ അണ്ടർ ദിസ് ടൈപ്പ് the policy holder are entitled to share in the profit of the insurance company by way of loans which will be paid along with the claim. In fact, 95% of the profit of an insurance company is given away as bonus to the policy holder. കണ്ടോ? അപ്പോൾ ഈ പ്രോഫിറ്റ് പോളിസിയുടെ പ്രത്യേകത എന്തായിരുന്നു? Under this type, the policy holders are entitled to share in the profit of an insurance company by way of loans which will be paid along with the claim. അതായത് ക്ലെയിമിനോടൊപ്പം തന്നെ
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുകയ്ക്ക് കമ്പനിയിൽ നിന്ന് നമുക്ക് കമ്പനിയുടെ ലാഭവിഹിതം കൂടെ വീതിച്ചെടുക്കാവുന്ന രീതിയിലുള്ള പോളിസികളെയാണ് വിത്ത് പ്രോഫിറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. Then അതിൽ വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസീസ് ദ ഹോൾഡേഴ്സ് ഓഫ് ദിസ് പോളിസി ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു എനി പ്രോഫിറ്റ് ഓഫ് ദ ഇൻഷുറർ. The policy holders will get only the sum assured and no bonus is given to them. നമ്മൾ എത്ര രൂപയാണോ അഷ്യൂർ ചെയ്തിരിക്കുന്നത് ആ അഷുറൻസ് വഴിയുള്ള ആ പൈസയല്ലാതെ ഒരു ബോണസും നമുക്കതിൻ്റെ കൂടെ ലഭ്യമല്ല. വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസീസ് കണ്ടോ, വിത്ത് പ്രോഫിറ്റ് പോളിസീസ് ആൻഡ് വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസീസ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പോളിസീസിലെ ഫസ്റ്റ് വൺ പോളിസീസ് അക്കോർഡിംഗ് ടു ഡ്യൂറേഷൻ ഓഫ് ദ പോളിസീസ്. Second one is policies according to method of premium payment. Third one, policies according to participation of profits. And fourth one is policies according to the number of persons insured. നമ്പർ ഓഫ് പേഴ്സൺ. ഒരു പോളിസി എടുക്കുമ്പോൾ എത്ര പേരുടെ ലൈഫാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ അതിൽ ഓൺ ദി ബേസ് ഓഫ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻഷുർഡ് ദ പോളിസി മേ ബി സിംഗിൾ ലൈഫ് പോളിസീസ് and multiple life policies. Single life policyയിലെ in single life policies only one individual is insured. ഒരാളുടെ ലൈഫ് മാത്രം ഇൻഷുർ ചെയ്തിരിക്കുന്നതിനെയാണ് സിംഗിൾ ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ലൈഫ് പോളിസീസിലെ ഇൻ ദിസ് പോളിസി ലൈഫ് ഓഫ് മോർ ദാൻ വൺ പേഴ്സൺ ഈസ് ഇൻഷുർഡ്. ഇറ്റ് മേ ബി ജോയിൻറ്റ് ലൈഫ് പോളിസി ഓർ ലാസ്റ്റ് സർവൈവർ പോളിസി. അതിൽ ജോയിൻറ്റ് ലൈഫ് പോളിസിയിലെ ലൈവ്സ് ഓഫ് 2 or more persons ആർ കവേർഡ് ആൻഡ് ദ പോളിസി എമൗണ്ട് ഈസ് പേയബിൾ ഓൺ ദ ഫസ്റ്റ് ഡെത്ത്. ദിസ് ഈസ് സ്യൂട്ടബിൾ ടു പാർട്ടീസ് ഫോർ എ ഫേം ഓർ കപ്പിൾസ്. അതായത് നമ്മളിപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻഷുർഡ്, എത്ര ആളുകളെയാണ് നമ്മളൊരൊറ്റ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കണേ നോക്കിയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സിംഗിൾ ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത്. സിംഗിൾ ലൈഫ് പോളിസിയിൽ ഒരാളുടെ ലൈഫ് മാത്രമാണ് നമ്മളവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻഷുർ ചെയ്തിരിക്കുന്നത്. സിംഗിൾ ലൈഫ് പോളിസീസ് ഓൺലി വൺ ഇൻഡിവിജ്വൽ ഈസ് ഇൻഷുർഡ്. സെക്കൻഡില് മൾട്ടിപ്പിൾ ലൈഫ് പോളിസീസ്. മൾട്ടിപ്പിൾ ലൈഫ് പോളിസീസിലെ ലൈഫ് ഓഫ് മോർ ദാൻ വൺ പേഴ്സൺ ഈസ് ഇൻഷുർഡ്. ഒന്നിൽ കൂടുതൽ ആളുകളുടെ ലൈഫ് കൂടെ ഇൻഷുർ ചെയ്തിരിക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ അത് രണ്ട് തരത്തിലാവാം. ഒന്ന് ജോയിൻറ്റ് ലൈഫ് പോളിസീസ്. ജോയിൻറ്റ് ലൈഫ് പോളിസികളൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി എടുക്കുന്ന പോളിസീസൊക്കെ ജോയിൻറ്റ് ലൈഫ് പോളിസീസിന് എക്സാമ്പിളാണ്. അതിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുന്ന പക്ഷം അതിൽ സർവൈവ് ചെയ്തിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്തിരിക്കാം, ആ ഒരു അഷ്വേർഡ് സം കൈമാറ്റം ചെയ്യപ്പെടാം എന്ന് പറയുന്നതാണ് ഇത് ജോയിൻറ്റ് ലൈഫ് പോളിസീസ്. ദെൻ ഇവിടെ ഇൻ ലാസ്റ്റ് സർവൈവർ പോളിസി ദ പോളിസി എമൗണ്ട് ഈസ് പേയബിൾ അറ്റ് ദ ലാസ്റ്റ് ഡെത്ത്. നോ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് സോ ലോങ് ആസ് വൺ ഓഫ് ദി ഇൻഷുർഡ് ഈസ് അലൈവ്. അതാണ് ലാസ്റ്റ് സർവൈവർ പോളിസി. അവസാനത്തെ ആളും മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം. അതേ ലാസ്റ്റ് സർവൈവർ പോളിസി എമൗണ്ട് ഈസ് പേയബിൾ അറ്റ് ദ ലാസ്റ്റ് ഡെത്ത്. നോ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് സോ ലോങ് ആസ് എനി വൺ ഓഫ് ദ ഇൻഷുർഡ് ഈസ് അലൈവ്. ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കൈമാറ്റം ചെയ്യുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്തു പോകും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പോളിസീസിനെയാണ് ലൈഫ് സർവൈവർ പോളിസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ policies according to the method of payment of claim. Policies according to the method of payment of claim. According to the period, according to the method of payment of policy amount, policies may be lump sum policies and second one is installment or annuity policies. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ലംസം എമൗണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിൽ ക്ലെയിം, അതായത് മുഴുവൻ തുകയും കൈമാറാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ലംസം പോളിസീസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ആനുവിറ്റി പോളിസീസ് ആണ്. ആനുവിറ്റി പോളിസീസിനെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ലംസം പോളിസീസിലെ ഹിയർ ദ സം അഷ്വേർഡ് ഈസ് പെയ്ഡ് ഇൻ ലംസം ഓൺ ദി ഹാപ്പനിങ് ഓഫ് ദ ഇവൻറ്റ് ഇൻഷുർഡ് അഗെയിൻസ്റ്റ്. അവിടെ നമ്മൾ പറയുന്നത് ഹിയർ ദ സം അഷ്വേർഡ് ഈസ് പെയ്ഡ് ഇൻ ദ ലംസം ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ ഇവൻറ്റ് ഇൻഷുർഡ് അഗെയിൻസ്റ്റ്. ഒരു വ്യക്തി എന്നെ ഇൻഷുറൻസ് അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് എന്താ പറയുക, മുഴുവൻ തുകയും കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പോളിസികളെയാണ് ലംസം പോളിസീസ് എന്ന് പറയുന്നത്. Then next one is installment or annuity policies. Under this, the amount is payable in installment instead of payment in lump sum. മുഴുവൻ തുകയും ഒരേ സമയം കൊടുക്കുന്നതിന് പകരം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന സ്കീമിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ആനുവിറ്റി എന്ന് പറയുന്നത്.
The insured may be get a fixed sum regularly. Insured may get a fixed sum regularly up to a certain period or up to his death. അതായത് നമ്മൾ മരണപ്പെടുന്നവരെയോ അതല്ലെങ്കിൽ ഇന്ന കാലഘട്ടം വരെയോ നിങ്ങൾക്ക് ഇത്രയായിട്ട് തരാം എന്ന് പറയുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ആനുവിറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രീമിയം അടയ്ക്കുന്നതിന് ആനുപാതികമാണ്. പ്രീമിയം അടയ്ക്കുന്നത് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് മുഴുവനായിട്ടും സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ലെവൽ പ്രീമിയം പോളിസീസ് ഉണ്ട്. ലെവൽ പ്രീമിയം പോളിസിയിൽ നമ്മൾ പറയാറുള്ളത്, ലെവൽ പ്രീമിയം പോളിസിയുടെ പ്രത്യേകത എന്താണ്, മന്ത്ലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി, ഇയർലി ഒക്കെ ആയിട്ട് അടയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ലെവൽ പ്രീമിയം പോളിസി എന്ന് പറയാം. ഇത് പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. രണ്ടാമത് പറയുന്നത്, അപ്പോൾ ഇവിടെ പറയുന്നത് പോളിസീസ് അക്കോർഡിംഗ് ദ മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം. നമുക്ക് ക്ലെയിം എമൗണ്ട് കിട്ടുക, അതായത് ഇൻഷുർ ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്ക് ലഭ്യമാവുന്നതിൻ്റെ ബേസിനെയാണ് നമ്മളെന്താ പറയുക, അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം. ദെൻ അതിന് ലംസം പോളിസീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കാം. അപ്പോൾ ലംസം പോളിസീസിൽ ഹിയർ ദ സം അഷ്വർഡ് ഈസ് പെയ്ഡ് ഇൻ എ ലംസം ഓർ എ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ്. മുഴുവനായിട്ടും തുക കൈമാറ്റം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ചില ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടും കൈമാറ്റം ചെയ്യപ്പെടാം. ദ ലാസ്റ്റ് വൺ ഈസ് non-conventional policies. Non-conventional policies. Besides the above mentioned policies, major life insurance companies have starting issuing various attractive non-conventional policies with suit the requirement of the each individual. Life Insurance Corporation of India launched some policies like Jeevan Akshay, Jeevan Dhara, Jeevan Kishore, ഭവിഷ്യ ജീവൻ, ജീവൻ സുരഭി, ജീവൻ ശാന്തി, ജീവൻ ചയ എക്സെട്ര. ഇങ്ങനെയുള്ള രീതിയിൽ നോൺ കൺവെൻഷണൽ പോളിസീസ് കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പോളിസീസ് ഏതൊക്കെയാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് വോൾ ലൈഫ് പോളിസി, സെക്കൻഡ് വൺ ഈസ് ടേം ഇൻഷുറൻസ് പോളിസീസ്, ആൻഡ് തേർഡ് വൺ ഈസ് എൻഡോമെൻറ്റ് പോളിസീസ്. അപ്പോൾ നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇൻഷുറൻസ് പോളിസീസ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ്സസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. അപ്പോൾ ക്ലാസ്സസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലെ ഡ്യൂറേഷൻ ഓഫ് പോളിസി, മെത്തേഡ് ഓഫ് പ്രീമിയം പേയ്മെൻറ്റ്, പാർട്ടിസിപ്പേഷൻ ഇൻ പ്രോഫിറ്റ്, നമ്പർ ഓഫ് ലൈഫ്സ് കവേർഡ്, മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം, ആൻഡ് നോൺ കൺവെൻഷണൽ പോളിസീസ്. നോൺ കൺവെൻഷണൽ പോളിസീസ് ഇത്രയാണ് അതിൽ പറയുന്നത്. അതിൽ ഡ്യൂറേഷൻ ഓഫ് പോളിസീസ് വെച്ച് നോക്കുകയാണെങ്കിൽ പോളിസീസ് അക്കോർഡിംഗ് ടു ഡ്യൂറേഷൻ ഓഫ് പോളിസീസ് അതിലേതൊക്കെയാണ്, വോൾ ലൈഫ് പോളിസി, ടേം ഇൻഷുറൻസ് പോളിസി, എൻഡോമെൻറ്റ് പോളിസി. വോൾ ലൈഫ് പോളിസിയുടെ പ്രത്യേകത എന്തായിരുന്നു, വോൾ ലൈഫ് പോളിസീസ് നമുക്ക് അത് തീർച്ചയായിട്ടും അത് ഡിപ്പെൻഡൻസിന് മാത്രം അവൈലബിൾ ആവുന്ന ഒരു സ്കീമാണ് ഇത് വോൾ ലൈഫ് പോളിസി എന്ന് പറയുന്നത്. ഇൻഷുർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിന് ആനുകൂല്യം ലഭ്യമാവും എന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കുന്ന പോളിസീസിനെയാണ് വോൾ ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ ടേം ഇൻഷുറൻസ് പോളിസീസും അത്രമാത്രം പോപ്പുലർ അല്ല. കാരണം 3 months to 7 years ആണ് ഇതിന് കാലാവധി കൊടുത്തിരിക്കുന്നത്. ടേം ഇൻഷുറൻസ് പോളിസീസിന് കാലാവധി കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസിന് ഒരു സർവൈവൽ, ഡിപ്പെൻഡൻസിനൊരു ബെനിഫിറ്റ് നമുക്ക് അവൈലബിൾ ആക്കാം എന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന പോളിസികളെയാണ് ടേം ഇൻഷുറൻസ് പോളിസീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഇത് എൻഡോമെൻറ്റ് പോളിസീസ്. ഈ എൻഡോമെൻറ്റ് പോളിസികൾ ഏതൊക്കെയായിരിക്കും? എൻഡോമെൻറ്റ് പോളിസീസ്, പ്യുവർ എൻഡോമെൻറ്റ് പോളിസീസ്, ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി, ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസി, ഡബിൾ എൻഡോമെൻറ്റ് പോളിസി, മണി ബാക്ക് പോളിസി, ഫിക്സഡ് ടേം മാരേജ് എൻഡോമെൻറ്റ് പോളിസി, ട്രിപ്പിൾ ബെനിഫിറ്റ് പോളിസി. ഓരോ എൻഡോമെൻറ്റ് പോളിസികളും ശരിക്കും എൻഡോമെൻറ്റ് പോളിസീസാണ് ഇത് ചെയ്യുന്നത്, പ്രൊട്ടക്ഷനും അതേസമയം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയുള്ള പോളിസികളെയാണ് നമ്മൾ എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയാം. പ്യുവർ എൻഡോമെൻറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മളത് കാലാവധി എത്തിക്കഴിഞ്ഞാൽ സർവൈവർക്ക് മുഴുവൻ എമൗണ്ടും തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം അയാൾ ഇൻഷുർഡ് മരണപ്പെടുന്ന പക്ഷം അദ്ദേഹം അടച്ചിരിക്കുന്ന പ്രീമിയത്തിൽ നിന്ന് ഫസ്റ്റ് ഇയർ പ്രീമിയം മൈനസ് ചെയ്തുകൊണ്ടുള്ള തുകയായിരിക്കും ആർക്ക് പ്രൊവൈഡ് ചെയ്യുക, നോമിനീസിന് പ്രൊവൈഡ് ചെയ്യാം. അതൊരു പ്യുവർ എൻഡോമെൻറ്റ് പോളിസിയാണ്. പിന്നെ പറയുന്നത് ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസിയാണ്. ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ
ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്, പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചു കൊടുക്കുന്ന പോളിസികളെയാണ് ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു പോളിസിയാണ് ഇത് ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി. ഇത് ഇത്രമാത്രം പോപ്പുലർ ആവാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ വരുന്നത് കൊണ്ടാണ്. അതായത് ഏതാണോ ആദ്യം എത്തുന്നത്, അതായത് കാലാവധി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുർഡിന് ആ പണം തിരിച്ചു കൊടുക്കാം, അല്ലാത്ത പക്ഷം ഡിപ്പെൻഡൻസിന് തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നതാണ് ഇത് ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള പോളിസി ഏതാണ്? ഓർഡിനറി എൻഡോമെൻറ്റ് പോളിസി. പിന്നെ പറയാവുന്ന ജോയിൻറ്റ് ലൈഫ് പോളിസീസ് ആണ്. 2 പേര് കൂടി ചേർന്നുകൊണ്ട് എടുക്കുന്ന പോളിസീസിനെയാണ് ജോയിൻറ്റ് ലൈഫ് പോളിസീസ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ മരണപ്പെടുന്ന പക്ഷം സർവൈവർക്ക് ക്ലെയിം ചെയ്യാവുന്ന രീതിയിലുള്ള പോളിസികളെയാണ് ജോയിൻറ്റ് ലൈഫ് എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നത് ഡബിൾ എൻഡോമെൻറ്റ് പോളിസീസാണ്. ഡബിൾ എൻഡോമെൻറ്റ് പോളിസിയിൽ ഒരു ഫിക്സഡ് പീരീഡ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് ഡബിൾ ചെയ്തുകൊണ്ട് ആർക്ക് കൊടുക്കും? ഇൻഷുർഡ് പേഴ്സൺ അത് ഡബിൾ ചെയ്ത് കൊടുക്കുകയും അല്ലാത്ത പക്ഷം മരണപ്പെടുന്ന പക്ഷം അഷ്വേർഡ് സം ഡിപ്പെൻഡൻസിന് കൊടുക്കുകയും ചെയ്യുന്ന പോളിസീസിനെയാണ് ഡബിൾ എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മണി ബാക്ക് പോളിസി. മണി ബാക്ക് പോളിസിയുടെ പ്രത്യേകത എന്താ? മണി ബാക്ക് പോളിസീസ് ഈ പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 4 വർഷമോ 5 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു, 10% ഇൻഷുർഡ് പേഴ്സൺസിന് 10% ഒക്കെ ക്ലെയിം ചെയ്യാവുന്ന രീതിയിലുള്ള പോളിസികളെയാണ് നമ്മളെന്ത് പറയുക? മണി ബാക്ക് പോളിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫിക്സഡ് ടേം മാരേജ് എൻഡോമെൻറ്റ് പോളിസിയാണ്. കുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി ചേരുന്ന പോളിസികളെയാണ് ഫിക്സഡ് ടേം മാരേജ് എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ ബെനിഫിറ്റ് പോളിസിയും ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്ന എൻഡോമെൻറ്റ് പോളിസീസ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോളിസീസ് അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് പ്രീമിയം പേയ്മെൻ്റ് ആണ്. സിംഗിൾ പ്രീമിയം ആവാം, അല്ലെങ്കിൽ ലെവൽ പ്രീമിയം ആവാം. 2 തവണ മാത്രം പ്രീമിയം അടച്ചുകൊണ്ട് നമ്മൾ പോളിസി എടുക്കുന്നതിനെയാണ് സിംഗിൾ പ്രീമിയം പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ അവിടെ ലെവൽ പ്രീമിയം പോളിസി ഓർ ഓർഡിനറി വേൾ ലൈഫ് പോളിസി. ദെൻ അവിടെ പ്രീമിയം പേയ്മെൻറ്റ് ദ പ്രീമിയം മേ ബി പെയ്ഡ് മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ഇയർലി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക? ദെൻ ഓർഡിനറി വേൾ ലൈഫ് പോളിസി എന്ന് പറയാം. ദെൻ തേർഡ് വൺ ഈസ് പോളിസീസ് അക്കോർഡിംഗ് ടു പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ്. നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം നമുക്ക് കൂടെ അവകാശപ്പെട്ടതാണ് എന്നുള്ള രീതിയിലുള്ള പോളിസികളെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? പോളിസീസ് അക്കോർഡിംഗ് ടു പാർട്ടിസിപ്പേഷൻ. അതിൽ വിത്ത് പ്രോഫിറ്റ് പോളിസീസ് ഉണ്ടായിരിക്കാം, അതേസമയം തന്നെ വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസീസ് ഉണ്ടായിരിക്കാം. വിത്ത് പ്രോഫിറ്റ് പോളിസീസ് ഉണ്ടായിരിക്കാം, വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസീസ് ഉണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് പോളിസീസ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് പേഴ്സൺസ്. സിംഗിൾ ലൈഫ്, ഒരു പോളിസിയിൽ നമ്മുടെ ലൈഫ് മാത്രം ഇൻഷുർ ചെയ്തിരിക്കുന്നതിന് സിംഗിൾ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് എന്ന് പറയാം. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാം. അതായത് ജോയിൻറ്റ് ലൈഫ് ഇൻഷുറൻസ് ആവാം, ജോയിൻറ്റ് ലൈഫ് പോളിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് സർവൈവിങ് പോളിസി ആയിരിക്കാം. ഇത്തരത്തിലെടുക്കുന്ന പോളിസികൾ നമ്മൾ സാധാരണ രീതിയിൽ ഏതെന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടാറുള്ളത്? പോളിസീസ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻഷുവേർഡ്. നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻഷുർ, എത്ര ആളുകളെ ആണ് നമ്മളതിൽ ഇൻഷുർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടുള്ളതാണ് പോളിസികളെയാണ് പോളിസീസ് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻഷുവേർഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോളിസീസ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്ലെയിം. അവിടെ ക്ലെയിം ചെയ്യുന്നത് ഒന്നുകിൽ ലംസം എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പേ ചെയ്യാം. ഇത് കൂടാതെ നോൺ കൺവെൻഷണൽ പോളിസീസ് ഉണ്ട്. നോൺ കൺവെൻഷണൽ പോളിസീസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോൺ കൺവെൻഷണൽ പോളിസീസ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് പോളിസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു കൺവെൻഷണൽ മെത്തേഡ് ഇല്ല. ഇതിങ്ങനെ തന്നെയാണെന്ന് പറയില്ല. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ആറ്റിറ്റ്യൂഡ് നോക്കിക്കൊണ്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പോളിസി ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പോളിസി പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് നോൺ കൺവെൻഷണൽ പോളിസീസ്. Major life insurance have started issuing various attractive non-conventional policies such as that is Jeevan Akshay, Jeevan Dhara, Jeevan Kishore, then Jeevan Surabhi, Jeevan Shanti, Jeevan Chaya, etc. ഇങ്ങനെ പല രീതിയിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കൺവെൻഷണൽ മോഡ് ഓഫ്
പോളിസികളെയാണ് നമ്മൾ സാധാരണ നോൺ കൺവെൻഷണൽ പോളിസീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് നോൺ കൺവെൻഷണൽ പോളിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് മെൻ ബൈ ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു, ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് പറഞ്ഞു, ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അതേസമയം ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ്, ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെയാണ് അതിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയാണ് ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രിൻസിപ്പിൾസ്, ഇമ്പോർട്ടൻസ്, പിന്നെ നമ്മൾ ലാസ്റ്റ് പോളിസീസ്. ഇത്രയാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നന്നായിട്ട് വായിക്കാനുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടൊരു ടോപ്പിക്കാണ്. നന്നായിട്ട് വായിച്ച് നോക്കിയിട്ടത് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു.